സോ ഈ വീക്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മലയാള ചിത്രമാണ് ആർക്കറിയാം. സോ ചിലപ്പോൾ ഈ പടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അത് ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ബിജു മേനൻ ഒരു വയസ്സായ റോളില് ലീഡ് റോൾ വന്നതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നിയിട്ടുണ്ടാവില്ല കാണാനൊക്കെ ആയിട്ട്. സോ ഇത് എനിക്ക് എന്റെ ഒരു ആസ്പെക്ടില് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാള പടമാണ്. സോ ഇതിൽ മെയിൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിജു മേനോനെ, പിന്നെ ഷറഫുദ്ദീൻ, പാർവതി, ഇവർ മൂന്നാളെ പറഞ്ഞാൽ മതി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊന്നും വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല. ഈ 3 പേരാണ് ഈ സിനിമേന്റെ ഒരു കോർ. അപ്പോ ബിജു മേനോൻ ഒരു ഇട്ടി എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഈ പാർവതിയുടെ അച്ഛനായിട്ട് അതിൽ അഭിനയിക്കുന്നത്. പാർവതി ഇതിൽ ഷേർലി എന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പാർവതിയുടെ സെക്കൻഡ് ഹസ്ബൻഡ് ആയിട്ട് റോയ് എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഷറഫുദ്ദീൻ. ഈ പാർവതി ഷറഫുദ്ദീനും പുറം നാട്ടില് കേരളം വിട്ടിട്ട് വേറൊരു സ്റ്റേറ്റില് ജോലി ചെയ്യുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോ ഇവർക്ക് ഈ ലോക്ക്ഡൌൺ കാരണം തന്നെ ജോലിയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാരണം നാട്ടിലോട്ടൊന്നും പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ നാട്ടില് ഈ ഇട്ടി എന്ന് പറഞ്ഞ ബിജുമാന്റെ ക്യാരക്ടർ തനിച്ചാണ് താമസിക്കുന്നത്. സോ ആദ്യത്തെ ഭർത്താവിനെ കുറിച്ച് അധികമൊന്നും ഇതില് പറയുന്നില്ല പാർവതിയുടെ. അതിനുശേഷം അവർ നാട്ടിൽ വരുന്നതും പിന്നെ ആ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇവര് തമ്മിലുള്ള കുറെ കോൺവെർസേഷൻസ് ആണ് പിന്നെ കാണിക്കുന്നതൊക്കെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനറീസോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു വീട് പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു എന്താ പറയാ, ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ അച്ഛനും മകളും തമ്മിലുള്ളത്, ഈ ബിജുമാനും ഷറഫുദ്ദീനും തമ്മിലുള്ളത്, അങ്ങനത്തെ കുറെ കോൺവെർസേഷൻ വെച്ചിട്ടാണ് ഈ പടം പിന്നെ മുന്നോട്ട് പോകുന്നത്. മെയിൻലി ആ വീട്, ഈ ബിജുമാന്റെ വീടാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയാം. കാരണം ആ വീട്ടിലാണ് ഈ ഫുൾ സംഭവം. പിന്നീട് നടക്കുന്ന ഒരു 90% ഓഫ് മൂവി അതിലാണ് നടക്കുന്നത്, ഒരു 80%-ലും പറയാം. അപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഹുക്കിൽ നിർത്തുന്ന സാധനമാണ് ഈ സിനിമ. എസ്പെഷ്യലി ബിജുമാന്റെ ക്യാരക്ടർ. പുള്ളിക്കാരൻ അങ്ങോട്ട് പൂണ്ട് വിളയാടി എന്ന് പറയാം. അമ്മാരി കിഴുന്ന ഒരു എന്താ പറയാ ആക്ടിംഗ് ആണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഒരു വയസ്സിനായിട്ടുള്ള റോളാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ പുള്ളിക്കാരൻ പത്ര പ്രായത്തിലല്ലോ, പക്ഷെ നമുക്ക് ആ മാനറിസംസ് പുള്ളിക്കാരൻ എടുക്കുന്ന ഓരോ മൊമെന്റും നമുക്ക് എന്താ പറയാ, ഒരു വയസ്സായിട്ടുള്ള ഒരു പക്ക അച്ചായൻ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളിയായിട്ടുണ്ടത്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ക്യാരക്ടർ കുറച്ച് മിസ്റ്റീരിയസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഷറഫുദ്ദീന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമ ശരിക്കും പോണത്. ഏറെക്കുറെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഷറഫുദ്ദീന് തോന്നുന്ന സംശയങ്ങളൊക്കെ നമുക്കും ഇങ്ങനെ തോന്നും. എന്തപ്പോ ഈ സംഭവം ഇങ്ങനെയെന്നുള്ള സംശയങ്ങൾ നമുക്കും തോന്നും. ഷറഫുദ്ദീന് തന്നെ ഈ കുടുംബത്തെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളും സംശയം വരും. ആ സംശയം നമുക്കും വരും. അതിന്റെ പിന്നാലെയാണ് സിനിമ പോകുന്നത്. ആ സംശയം ചുരുളഴിയുന്നതാണ് ഇതിന്റെ എൻഡിങ്. ആൻഡ് ഇത് ആ എൻഡിങ്ങിലുള്ള കാര്യം അറിയുമ്പോഴാണ് ചെറിയൊരു ജോണർ ഷിഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു എൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു സാധാ ഫാമിലി കോൺവെർസേഷൻ വേണം, പിന്നീട് കോൺവെർസേഷൻ തന്നെ അതിന്റെ കഥ ചെറുതായിട്ടൊന്ന് മാറും. അത് ആ ഒരു ട്വിസ്റ്റ് ഒക്കെ കിടിലനാണ്. മാത്രല്ല എഴുതി വെച്ചിരിക്കുന്നത് കിടിലനായിട്ടുണ്ട്. സോ ഇത് എഴുതിയിട്ടുള്ളത് ഒരു സനു വർഗീസ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരന്റെ ഒപ്പം തന്നെ അരുൺ ജനാർദ്ദനും അതുപോലെ രാജേഷ് രവി എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ ഡയറക്ഷൻ സനു വർഗീസ് തന്നെയാണ്. ഇത് കിടില. ഈ പടം ഡയറക്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇങ്ങനത്തെ പടങ്ങൾ, ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വെച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വെച്ച് മാത്രം അത് ഇരുത്തി നമ്മൾക്ക് ആ എൻഡിങ് വരെ എത്തിക്കുക എന്ന് പറയുന്നത് ഡയറക്ടർ മികവാണ്. ആൻഡ് അതിന് ഒരു ചെറിയ ടോപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഇവരെ പെർഫോമൻസ് ആണ്. കാരണം ഇവർ അത് കംപ്ലീഷൻ തന്നിട്ടുണ്ട് ഇവരെ പെർഫോമൻസ്, എസ്പെഷ്യലി പാർവതി, ഷറഫുദ്ദീൻ ആൻഡ് ബിജുമാൻ. സോ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഈ വീക്ക് ഈ പടം കണ്ടു നോക്കുക. നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കണ്ടു നോക്കുക. കണ്ടിട്ട് താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. നന്ദി.